ഇസ്രായേലിനെതിരെ മുസ്ലിം രാജ്യങ്ങൾ ഒന്നിക്കണമെന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാമനേയി ഇറാൻ ഇസ്രായേലിനെതിരെ നടത്തുന്ന ആക്രമണങ്ങൾ നിയമപരമെന്നും അദ്ദേഹം പറഞ്ഞു. തെഹ്റാനിലെ വെള്ളിയാഴ്ച പ്രഭാഷണത്തിലായിരുന്നു പ്രഖ്യാപനം. ബി കെ സുഹൈൽ ചേരുന്നുണ്ട്. സുഹൈൽ, രൂക്ഷ വിമർശനമാണ് ഇസ്രായേലിനെതിരെ ഖാമനേയി ഉന്നയിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നത്? ധന്യ, ഇന്നത്തെ വെള്ളിയാഴ്ച പ്രാർത്ഥന തെഹ്റാനിലെ ഖുമൈനി ഗ്രാൻഡ് മസ്ജിദിൽ വളരെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു സംഭവമായിരുന്നു. 4 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഖാമനേയി ഈ ഒരു വെള്ളിയാഴ്ച പ്രഭാഷണത്തിന് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകാൻ എത്തുന്നത്. അതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് ആളുകൾ ഇന്നത്തെ ആ പ്രഭാഷണം കേൾക്കാൻ വേണ്ടി അവിടെ ഒരുമിച്ച് കൂടിയിരുന്നു. ഈ പ്രഭാഷണത്തിൽ പ്രധാനമായും ഖാമനേയി പറഞ്ഞത് മുസ്ലിം രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ ഒന്നിച്ചു നിൽക്കണം. അങ്ങനെ ഒന്നിച്ചു നിന്നാൽ ഇസ്രായേലിന് എതിരെ ഒരു വിജയം എന്നുള്ളത് സുനിശ്ചിതമാണ് എന്ന് ഖാമനേയി പറഞ്ഞു. ഒരു മേഖലാ യുദ്ധത്തിലേക്ക് ഈ ഇസ്രായേലും ഇറാനുമെല്ലാം പോകുന്നു എന്ന ഒരു ഭീഷണി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ പ്രഖ്യാപനം എന്നുള്ളത് നമ്മൾ ഓർക്കണം. എങ്ങനെയായിരിക്കും ഇസ്രായേലിനെതിരെയുള്ള മിസൈൽ ആക്രമണത്തിന് തിരിച്ചടി നൽകുക എന്നതിനെക്കുറിച്ച് ഇസ്രായേൽ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക് ചില നിർദ്ദേശങ്ങൾ അക്കാര്യത്തിൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ആ പശ്ചാത്തലത്തിലാണ് അത് വൈകുന്നത്. ഒക്ടോബർ 7 മുമ്പ് അത്തരമൊരു വലിയ ആക്രമണം ഇറാന് നേരെ ഇസ്രായേലിൽ നിന്നുണ്ടാകുമോ എന്ന ഒരു ആശങ്ക ശക്തിപ്പെടുന്ന ഒരു ഘട്ടത്തിലാണ് ഖാമനേയി ഇത്തരമൊരു പ്രഖ്യാപനം നടത്തുന്നത്. അതോടൊപ്പം തന്നെ ഒക്ടോബർ 7 ആക്രമണം ഹമാസ് നടത്തിയത്, അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാൻ ഇസ്രായേലിനെതിരെ നടത്തിയ ആക്രമണങ്ങൾ, അതിനെല്ലാം ഖാമനേയി ന്യായീകരിക്കുന്നു. അതെല്ലാം അധിനിവേശ ശക്തികൾക്കെതിരെയുള്ള പോരാട്ടമാണ്, അതുകൊണ്ട് തന്നെ അത് നിയമപരമാണ് എന്ന് പറയുന്നു. അതോടൊപ്പം ഈ എല്ലാവരും ഒന്നിച്ചു ചേർന്നുകൊണ്ടുള്ള ഒരു മുന്നേറ്റം നടത്തിക്കഴിഞ്ഞാൽ ഈ ശത്രു സൈന്യത്തെ തോൽപ്പിക്കാനാകും എന്നാണ് ഖാമനേയി പറയുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഖാമനേയി പൊതുയിടങ്ങളിലില്ല എന്നൊക്കെയുള്ള അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. നേരത്തെ ഹിസ്ബുള്ളയുടെ മേധാവിയെ വധിച്ചതുപോലെ തന്നെ ഖാമനേയിയെയും വധിക്കാൻ ഇസ്രായേലിന് പദ്ധതിയുണ്ട് എന്നതടക്കമുള്ള വാർത്തകൾ പ്രചരിക്കുന്നതിനിടെയാണ് ഇന്ന് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഖാമനേയി ജനങ്ങൾക്കിടയിൽ നിന്ന് തന്നെ സംസാരിച്ചത്. വരും ദിവസങ്ങളിൽ എന്തായിരിക്കും ഇസ്രായേലിൻ്റെ ഒരു ആക്രമണ രീതി എന്നതടക്കമുള്ള കൗതുകങ്ങളാണ് ലോകത്തിൽ ഇപ്പോഴുള്ളത്. ശരി സുഹൈൽ.